നമുക്കെല്ലാവർക്കും യാതൊരു പ്രയാസവുമില്ലാതെ പഠിക്കാവുന്നതും ചൊല്ലാവുന്നതും ചെയ്യാവുന്നതുമായ എന്നാൽ ഏറെ മഹത്വം ഓഫർ ചെയ്യപ്പെട്ടതുമായ ഒരു ദിക്റാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ എന്ന് ഫി യൗമിൻ, ഒരു ദിവസത്തിൽ, മിഅത മറ, 100 തവണ ആരെങ്കിലും പറഞ്ഞാൽ കാനത്ത് ലഹു, അതവനായിത്തീരും, അദല അശിരി റിഖാബിൻ, 10 അടിമകളെ മോചിപ്പിച്ചതിൻ്റെ തുല്യ പ്രതിഫലമാണ് അവന് ലഭിക്കുന്നത്. 10 അടിമകളെ മോചിപ്പിക്കുന്നതിൻ്റെ തുല്യ പ്രതിഫലമാണ് അവന് ഇത് 100 തവണ പറയുന്നത് മുഖേന ലഭ്യമാകുന്നത്. 1. 2. വകുത്തിബത്തു ലഹു മിഅതു ഹസന, 100 ഹസനത്തുകൾ, നന്മകൾ അവൻ്റെ നന്മയുടെ റെക്കോർഡിൽ എഴുതപ്പെടുന്നതാണ്. 3. വമുഹിയത്ത് അൻഹു മിഅതു സയ്യിഅത്തിൻ, അവനിൽ സംഭവിച്ചു പോയിട്ടുള്ള 100ഓളം ചെറിയ തിന്മകൾ അവനിൽ നിന്ന് എഴുതപ്പെട്ട അവൻ്റെ റെക്കോർഡിൽ നിന്ന് മായ്ക്കപ്പെടുന്നതാണ്. 4. വകാനത്തു ലഹു ഹിർസം മിനശ് ശൈത്താനി, അത് ആ മനുഷ്യന് ശൈത്താനിൽ നിന്നുള്ള ഒരു കാവലായിരിക്കും. യൗമഹു ദാലിക, അവൻ ആ ചൊല്ലിയ ആ ദിവസത്തിൽ, ഹത്താ യുംസിയ, വൈകുന്നേരമാകുവോളം. അപ്പം അതിൽ നിന്ന് മനസ്സിലായി ഇത് രാവിലെയാണ് ചൊല്ലേണ്ടത്. രാവിലെ ചൊല്ലാണ് ഏറ്റവും ഉത്തമം. ഇനി ചൊല്ലാൻ ഒരാൾക്ക് സമയം കിട്ടിയില്ലെങ്കിൽ പകലിൽ ഏതെങ്കിലും സമയത്ത് ചൊല്ലിയാലും മതി. എന്തായാലും ഒരു ദിവസം പകലിൽ അത് ചൊല്ലുമ്പോൾ വൈകുന്നേരമാകുവോളം പിശാച്ചിൻ്റെ കാവലും പിശാച്ചിൽ നിന്നുള്ള കാവലും അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ലഭ്യമാകും. എന്നിട്ട് പറയാണ്, വലം യഅതി അഹദുൻ ബിഅഫ്ളല മിമ്മാ ജാഅ ബിഹി, ഈ മനുഷ്യൻ കൊണ്ടുവന്നതിനേക്കാൾ ശ്രേഷ്ഠകരമായ ഒന്നും ഒരാളും കൊണ്ടുവന്നിട്ടില്ല. ഇല്ലാ അഹദുൻ അമില അക്സറ മിൻ ദാലിക, ഇതിനേക്കാൾ അധികമുള്ള സൽക്കർമ്മങ്ങൾ ചെയ്തയാളൊഴികെ. അവർക്ക് കൂടുതൽ പുണ്യമുണ്ടാവും സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിച്ച ആളുകൾ ഒഴികെ. അല്ലെങ്കിൽ ഈ ദിക്ർ തന്നെയും നമുക്ക് 100 എണ്ണം പ്രത്യേകം എണ്ണം പറഞ്ഞ് പിന്നെ എണ്ണമില്ലാത്തത്ര നമുക്ക് ധാരാളമായിട്ട് പറയാവുന്ന ദിക്റുകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് ഇതൊക്കെ. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഇപ്പം 4 പ്രതിഫലമാണ് ഇവിടെ പറഞ്ഞത്. 100 തവണ ഒരാൾ ചൊല്ലിയാൽ, അപ്പം അത് പകലും ചൊല്ലുക, രാത്രിയും ചൊല്ലുക. അങ്ങനെ രാത്രി ചൊല്ലിയാൽ നമുക്ക് നേരം പുലരുവോളം പിശാച്ചിൽ നിന്ന് ഉണ്ടാകാവുന്ന ഷെറുകളിൽ നിന്ന് കാവൽ ലഭിക്കാൻ പര്യാപ്തമാകും. 10 അടിമകളെ മോചിപ്പിക്കുക എന്നൊക്കെ പറയുമ്പോൾ സഹോദരന്മാരെ, അടിമമോചനം എന്നൊക്കെ പറയുന്നതിൻ്റെ മഹത്വം എത്രയാണ്. ഒരടിമയെ മോചിപ്പിക്കുക എന്നുള്ളത് വലിയ പുണ്യമുള്ള കാര്യമായിട്ടാണ് ഇസ്ലാം പഠിപ്പിച്ചിരുന്നിട്ടുള്ളത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കാലത്ത് ഒരടിമയെ മോചിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതിന് വലിയ വില നൽകേണ്ടിയിരുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് അടിമകളില്ല. ആ അടിമകളെ വലിയ വില കൊടുത്ത് മോചിപ്പിച്ചുകൊണ്ട് പുണ്യം നേടുന്ന ആ ഒരു സാഹചര്യം ഇന്ന് നമ്മുടെ മുമ്പിലില്ല. പക്ഷേ അത്രത്തോളം വലിയ ഒരു മഹത്വം ഇതിനുണ്ട് എന്ന് പറയുമ്പോൾ 10 അടിമകളെയൊക്കെ മോചിപ്പിക്കുന്നതിൻ്റെ മഹത്വം. ഒരു ദിവസം നമ്മളത് ചൊല്ലുമ്പോൾ 2 നേരമായി നമ്മൾ ചൊല്ലുമ്പോൾ 20 അടിമകളെ മോചിപ്പിക്കുന്ന പ്രതിഫലമായില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതിപ്പോൾ ചൊല്ലാൻ സാവകാശം ഒരു മാക്സിമം മനസ്സറിഞ്ഞുകൊണ്ട് ഇത് ചൊല്ലാൻ ഒരു 10 മിനിറ്റ് വരും. ഒരു 10 മിനിറ്റ് വരും ഒരു 100 തവണ ചൊല്ലുവാൻ. ഇനി അതൊരാൾക്ക് ഒറ്റത്തവണ 100 വട്ടം ഒരേ ഇരിപ്പിന് അങ്ങ് ചൊല്ലുവാൻ സാധിച്ചില്ലെങ്കിൽ അയാളത് കണക്ക് വെക്കുക. കണക്ക് വെച്ചിട്ട് എത്രയാണോ ചൊല്ലിയത് അത് അയാൾ അവിടെ നോട്ട് ചെയ്തിട്ട് പിന്നീട് ആ ദിവസം തീരുന്നതിൻ്റെ മുമ്പ് അയാൾ ബാക്കി പൂർത്തിയാക്കട്ടെ. എപ്പോഴെങ്കിലുമായിട്ടത് 100 തവണ തികച്ചാലും മതി. അതൊക്കെ ഈ വിഷയത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഒരാൾക്ക് അങ്ങനെ ഒറ്റ ഇരിപ്പിന് തുടർച്ചയായി 100 ചൊല്ലാൻ സാധിച്ചില്ലെങ്കിലും അവൻ എന്ത് ചെയ്യാം? ഔ മുതഫരിഖത്തൻ ഫീ മജാലിസ, അവന് വ്യത്യസ്ത സ്ഥലങ്ങളിൽ വെച്ച് വേറെ വേറെ അവന് ഇതൊക്കെ കൂടി വ്യത്യസ്ത എണ്ണങ്ങളായി കൊണ്ട് നിർവഹിക്കാം. ഇനി ഔ ബഅദഹ അവ്വലൻ നഹാരി ബഅദഹ ആഖിറഹു, ഇനി രാവിലെ കുറച്ച് ചൊല്ലി, കുറച്ച് വൈകുന്നേരം കുറച്ചാണ് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ചൊല്ലി, അതൊക്കെ ചൊല്ലാവുന്നതാണ്. ലാകിന്നൽ അഫ്ളൽ, എന്നാൽ ഏറ്റവും ശ്രേഷ്ഠം തന്നെയാണ് അൻ യഅതിയ ബിഹാ മുതവാലിയത്തൻ, തുടർച്ചയായി തന്നെ ഫി അവ്വലിൻ നഹാരി, അത് തന്നെ പിന്നെ പകലിൻ്റെ പ്രാരംഭത്തിൽ തന്നെയാണ് ചൊല്ലുക. കാരണം ഏത് നന്മകൾക്കും നമ്മൾ മുന്നേറലാണ് വേണ്ടത്. പിന്നേക്ക് നീട്ടിവെച്ചാൽ ഒരു പക്ഷേ ശൈത്താൻ മറപ്പിച്ചേക്കും, നമ്മൾ ശുഗല് തിരക്കിലായേക്കും, അല്ലെങ്കിൽ അലസത വന്നേക്കും. അതൊക്കെ വരാതിരിക്കാൻ ആദ്യ ചാൻസിൽ തന്നെ, അതാണല്ലോ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരെപ്പോഴും സൽക്കർമ്മങ്ങളിലേക്ക് വസ്സാബിഖൂന സാബിഖൂൻ എന്നാണല്ലോ. അങ്ങനെ അതാണ് ഏറ്റവും ശ്രേഷ്ഠം. അപ്പോൾ അത് നമുക്ക് കിട്ടുന്ന പ്രഭാതത്തിൽ ആദ്യ സമയത്ത് തന്നെ ഒറ്റ ഇരിപ്പിന് തന്നെ അങ്ങ് തുടർച്ചയായി ചൊല്ലലാണ് ഏറ്റവും ശ്രേഷ്ഠം. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി സഹീഹ് മുസ്ലിമിൻ്റെ ഷറഹിൽ ഈ ഹദീസ് വിശദീകരിച്ചിടത്ത് ഇക്കാര്യം അദ്ദേഹം രേഖപ്പെടുത്തുന്നുമുണ്ട്. അതുകൊണ്ട് എല്ലാവരും മറക്കാതിരിക്കുക.
ഒരാളായിരിക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് അർത്ഥം പറയേണ്ടതില്ല, തൗഹീദിൻ്റെ ആശയമാണ്. വഹ്ദഹു ലാ ശരീക ലഹു, അവന് യാതൊരു പങ്കാളിയുമില്ല. ലഹുൽ മുൽക്കു, അവന് മാത്രമാണ് സർവാധികാരം. വലഹുൽ ഹംദു, അവനാണ് സർവസ്തുതികൾക്കും അർഹതയുള്ളത്. ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. ഈ ആശയം നമ്മുടെ മനസ്സിൽ ദൃഢമായി വിശ്വസിച്ചുകൊണ്ട് പറയുമ്പോഴാണ് ഈ മഹത്വം നമുക്ക് ലഭിക്കുന്നത് എന്നുള്ളത് പറയേണ്ടതില്ലല്ലോ. അതല്ലാതെ മറ്റെവിടെയോ ചിന്തിച്ച് ചൊറിഞ്ഞും മാന്തിയും മനസ്സിൽ എന്തൊക്കെയോ വേറെ ആലോചിച്ചിട്ട് കേവലം ഇതിങ്ങനെ പറയലല്ല, മറിച്ച് ഇതൊക്കെ മനസ്സിൽ തട്ടി പറയണമെങ്കിൽ അർത്ഥതലങ്ങളും ആശയങ്ങളും ചിന്തിച്ച് ദിക്റോടുകൂടെ ഫിക്റും കൂടി ഉണ്ടാകുമ്പോഴാണ്, അഥവാ നമ്മുടെ ഈ സംസാരത്തിൻ്റെ കൂടെ നമ്മുടെ ചിന്തയും കൂടെ ഹൃദയവും കൂടെ പങ്കെടുക്കുമ്പോഴാണ് അതിൻ്റെ മഹത്വം പൂർണ്ണമായി നമുക്ക് കൈവരിക്കാനാവുക. ഇതെല്ലാവരുടെയും മനസ്സിലുണ്ടാവട്ടെ. പ്രയാസം സാധിക്കുന്ന കാര്യമാണ്. നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക.